ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് ഗോപിദാസ്. പ്രായം 77. ഇപ്പോൾ +1 തുല്യതാ പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലാണ്. ഈ പ്രായത്തിൽ പഠിക്കാനിറങ്ങിയത് അമ്മയ്ക്കു വേണ്ടിയാണ്. അമ്മയ്ക്കു വേണ്ടി മാത്രം. മകൻ 10ാം ക്ലാസ് പാസ്സാകണമെന്നത് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഗോപിദാസ് സ്വന്തം നിലയിൽ 6ാം ക്ലാസ്സിൽ പഠനം നിർത്തി. പല ജോലികൾ ചെയ്തു. ജീവിത ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് 20 വർഷം മുൻപ് മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കാൻ തീരുമാനിച്ചത്. എൻ്റെ അമ്മ എന്നെ ഒരു 10ാം ക്ലാസ്സുകാരനായി കാണണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായ ജോലി കിട്ടുക എന്നുള്ളത്, സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസം കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. ആ ആഗ്രഹത്തോടു കൂടിയാണ് 10ാം ക്ലാസ്സുകാരനാകണമെന്നുള്ള ആഗ്രഹം അമ്മ മനസ്സിൽ സൂക്ഷിച്ചത്. പക്ഷേ അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ നല്ല പ്രായം. ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലെ 6ാം ക്ലാസ്സിൽ ഞാൻ പനയക്കുളങ്ങര പഠനം തുടങ്ങി. അവിടുന്ന് താമസം മാറിയപ്പോൾ പൂന്തോട്ടം സ്കൂളിൽ, അവിടുന്ന് പിന്നെ 5ാം ക്ലാസ്സിലേക്ക് ജയിച്ച് സെൻറ്റ് ജോസഫിലാണ് വന്നത്. അവിടെ 6ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. 3 A+ കൂടിയാണ് 10ാം തരം പാസ്സായത്. 107 പഠിതാക്കളുള്ള +1 തുല്യതാ ക്ലാസ്സിലെ സീനിയർ ഗോപിദാസ് ആണ്. +2 കഴിഞ്ഞ് നിയമം പഠിക്കണമെന്നാണ് ഗോപിദാസ് ചേട്ടന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അതെ, പോസിറ്റീവ് വാർത്തകൾ മുഴുവൻ രഘുവിൻ്റെ വകയാണ്. രഘു, എന്തായാലും അദ്ദേഹം നല്ല മിടുക്കനായി പഠിക്കുന്നു. ഇനിയും അപ്പോൾ അല്ലേ അടുത്ത പഠനത്തിലേക്കൊക്കെ പോവുകയാണ്. എന്തു പറയുന്നു ഗോപിദാസ് എന്ന കുട്ടി? കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ജോലിയൊക്കെ കിട്ടി ജീവിതമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മിക്കപ്പോഴും അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ചിന്തയാണ്, അന്ന് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലപോലെ പഠിച്ചാൽ എന്തായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കോഴ്സുകൾ പഠിച്ചാൽ എന്തായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. വീണ്ടും പഠിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവെയുള്ള മടിയും ജോലി തിരക്കും ഒക്കെ കാരണം ഭൂരിഭാഗം ആളുകളും അതിൽ നിന്ന് മടങ്ങുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ സഹപ്രവർത്തകരായ ഡോക്ടർ ജി പ്രസാദ് കുമാറും ബി ബാലഗോപാലും ഒക്കെ ഈ ജോലി തിരക്കുകൾക്കിടയിലും PhD ഒക്കെ നേടിയവരാണ്. അതേപോലെയാണ് നമുക്ക് വേണമെങ്കിൽ ഗോപിദാസ് ചേട്ടൻ്റെ കാര്യവും. കാരണം അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അത് 6ാം ക്ലാസ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഉള്ള 6ാം ക്ലാസ് അല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷും വ്യാകരണവും ഒക്കെ അറിയാവുന്ന 60 വർഷം മുമ്പത്തെ 6ാം ക്ലാസ്സാണ്. മുന്നോട്ട് പഠിപ്പിക്കാൻ വീട്ടുകാരൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹം പുറപ്പെട്ടു പോയി. നമുക്കിപ്പോൾ കേൾക്കുമ്പം കൗതുകം തോന്നുന്നത്, അതായത് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയത് ചങ്ങനാശ്ശേരിയിലേക്കാണ്. ഇന്ന് AC റോഡിലൂടെ ഒരു 15 മിനിറ്റ് സഞ്ചരിച്ചാൽ ചങ്ങനാശ്ശേരിയിലെത്താം. അന്നത്തെ കാലം അതായിരുന്നില്ല. പാലമൊന്നും ഉണ്ടായിരുന്നില്ല. പുഴയും പുഞ്ചയും ഒക്കെ കടന്നു വേണം അപ്പുറത്തെത്താൻ. അതുകൊണ്ട് അദ്ദേഹം അങ്ങ് അവിടേക്ക് പുറപ്പെട്ടു പോയി. പിന്നീട് പല തൊഴിൽ ചെയ്തിരുന്നു. അതായത് കയർ മേഖലയിൽ ജോലി ചെയ്തു, ബീഡി തൊഴിലാളിയായി, മൈക്കാട് പണി ചെയ്തു. അവസാനം അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് പെൻഷൻ പറ്റുന്നത്. അല്ലെങ്കിൽ 60 വയസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ജീവിതം അവസാനിപ്പിച്ച അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ തികട്ടുന്നത്. കാരണം അമ്മയ്ക്കൊരു ആഗ്രഹം മകനെ 10ാം ക്ലാസ് പാസ്സാക്കണം എന്നുള്ളതായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായാൽ സർക്കാർ ജോലി ഉറപ്പാണ്. അതുകൊണ്ടാണ്, കാരണം സർക്കാർ ജോലി അന്ന് കിട്ടുക എന്നുള്ളത് ഇന്നാണെങ്കിലും എല്ലാവർക്കും വലിയ താല്പര്യമാണ് സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത്. അന്നത്തെ കാലത്ത് കുറച്ചുകൂടി അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പഴയ ആളുകളൊക്കെ ശ്രീപത്മനാഭൻ്റെ 10 ചക്രം മേടിക്കട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. അത്തരത്തിൽ സർക്കാർ ജോലി കിട്ടട്ടെ മകനെ എന്നുള്ളൊരു ആഗ്രഹം സാധ്യമായല്ലേ? അമ്മയുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് അത് സാധ്യമായി.